സിനിമകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ തന്നെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ്. തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ പിറന്ന നിരവധി സാങ്കല്പിക സിനിമകൾ മലയാളത്തിലുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ വേരൂന്നിയ സിനിമകൾക്കും മോളിവുഡിൽ കുറവൊന്നുമില്ല. തിയേറ്ററുകളിൽ നിറഞ്ഞോടി 100 കോടി ക്ലബിലെത്തിയ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകൾ അതിനുദാഹരണങ്ങളാണ്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചില മലയാള സിനിമകളാണ് ഇത്തവണ മല്ലു മൂവി വേൾഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ടേക്ക് ഓഫ് 2014 ഇറാഖിലെ തിക്രിത് നഗരത്തിൽ ഇന്ത്യൻ നഴ്സുമാർ നേരിട്ട ദുരനുഭവത്തെ ആസ്പദമാക്കി 2017 പുറത്തിറങ്ങിയ മലയാളം സർവൈവർ ത്രില്ലർ ചിത്രമാണ് ടേക്ക് ഓഫ്. മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പാർവതി തിരുവോത്ത്, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ദിവ്യപ്രഭ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ബോക്സ് ഓഫീസിൽ വലിയ പ്രശംസ നേടിയ ടേക്ക് ഓഫ് ദുബായിലും കേരളത്തിലുമായാണ് ചിത്രീകരിച്ചത്. എന്ന് നിന്റെ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയ ജീവിതത്തെ ആസ്പദമാക്കി RS വിമൽ സംവിധാനം ചെയ്ത മലയാള പ്രണയ ചിത്രമാണ് എന്ന് നിന്റെ മൊയ്തീൻ. 1960കളിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നടന്ന സംഭവമാണ് ചിത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, ടോവിനോ തോമസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 2015 സെപ്റ്റംബർ 19 പ്രദർശനത്തിനെത്തിയ ഈ ചലച്ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയും നേടിയിരുന്നു. സെല്ലുലോയിഡ് കമൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് സെല്ലുലോയിഡ്. പൃഥ്വിരാജ്, മമത മോഹൻദാസ്, ചാന്ദിനി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രമായ വിഗതകുമാരന്റെ നിർമ്മാതാവ് JC ഡാനിയേലിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് സെല്ലുലോയിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ രചിച്ച JC ഡാനിയേലിന്റെ ജീവചരിത്രത്തെയും വിനു എബ്രഹാമിന്റെ നഷ്ടനായിക എന്ന കഥയെയും ആസ്പദമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ തിരക്കഥ. മികച്ച ചിത്രത്തിന്റേതുൾപ്പെടെ 2012 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ചിത്രത്തിന് ലഭിച്ചു. ഗദ്ദാമ 2011 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഗദ്ദാമ. ഗൾഫ് രാജ്യങ്ങളിൽ വീട്ടുജോലിക്കായി എത്തപ്പെടുന്ന പ്രവാസി സ്ത്രീകളുടെ ജീവിത കഥയാണ് ഗദ്ദാമ പറഞ്ഞത്. പ്രവാസി മലയാളിയും എഴുത്തുകാരനുമായ KU ഇക്ബാൽ ഭാഷാഘോഷിണിയിൽ എഴുതിയ ഗദ്ദാമ എന്ന ഫീച്ചറിനെ ആസ്പദമാക്കി K ഗിരീഷ് കുമാറും കമലും ചേർന്നാണ് ഗദ്ദാമയുടെ തിരക്കഥ തയ്യാറാക്കിയത്. സൗദി അറേബ്യയിലെ ഒരു മലയാളി വീട്ടുജോലിക്കാരിയുടെ കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ഗദ്ദാമയെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രദർശനം തടഞ്ഞിരുന്നു. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. കേരള പിറവിക്ക് ശേഷം രേഖപ്പെടുത്തിയ ആദ്യത്തെ കൊലപാതക കേസിന്റെ യഥാർത്ഥ കഥയാണ് TP രാജീവന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയുള്ള പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി, ശ്വേത മേനോൻ, മൈഥിലി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. താൻ ജനിച്ച അതേ രാത്രിയിൽ നടന്ന കൊലപാതക ദുരൂഹത പരിഹരിക്കാൻ തന്റെ ജന്മസ്ഥലമായ പാലേരി എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുന്ന ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. അക്രമവും അഡൽട്ട് ഉള്ളടക്കവും കൊണ്ട് A സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം 2009 മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഉൾപ്പെടെ 4 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടിയിരുന്നു. ദേവാസുരം രഞ്ജിത്ത് തിരക്കഥ എഴുതി IV ശശിയുടെ സംവിധാനത്തിൽ 1993 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ദേവാസുരം. മോഹൻലാൽ, നെപ്പോളിയൻ, രേവതി, ഇന്നസെന്റ്, നെടുമുടി വേണു എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. മുല്ലശ്ശേരി രാജഗോപാൽ എന്ന യഥാർത്ഥ വ്യക്തിയിൽ നിന്നാണ് ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ദാമ്പത്യ ബന്ധത്തിന്റെ ദൃഢത വരച്ചുകാട്ടുന്ന സിനിമ മലയാള സിനിമ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു. 2001 രഞ്ജിത്ത് ഒരുക്കിയ 2ാം ഭാഗമായ രാവണപ്രഭു എന്ന ചിത്രവും വൻ വിജയമായിരുന്നു. ഒരു CBI ഡയറിക്കുറിപ്പ്. SN സ്വാമിയുടെ രചനയിൽ K മധു സംവിധാനം ചെയ്ത മമ്മൂട്ടി, സുരേഷ് ഗോപി, ജഗതി ശ്രീകുമാർ, സുകുമാരൻ എന്നിവർ അഭിനയിച്ച് 1988 പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഒരു CBI ഡയറിക്കുറിപ്പ്. 2009 ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആദ്യ മേധാവിയായി നിയമിതനായ ജമ്മു കാശ്മീർ കേഡർ IPS ഓഫീസറായ രാധ വിനോദ് രാജു എന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് CBI ഓഫീസർ സേതുരാമയ്യർ എന്ന നായക കഥാപാത്രം. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രൈം ത്രില്ലറുകളിൽ ഒന്നായാണ് ഈ ചിത്രം കണക്കാക്കപ്പെടുന്നത്. ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയാൻ CBI, CBI 5, ദി ബ്രെയിൻ എന്നിവയാണ് ചിത്രത്തിന്റെ തുടർഭാഗങ്ങൾ. ഇനിയും ഒരുപാട് സിനിമകൾ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന അത്തരം സിനിമകൾ കമന്റായി ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്,
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.